കവിം പുരാണം അനുശാസിതാരം കവിം പുരാണം അനുശാസിതാരം അനോരണീയാംശ അനുസ്മരേത്യ അനോരണീയാംശ അനുസ്മരേത്യ സർവസ്യ ദാതാരമചിന്ത്യ രൂപം സർവസ്യ ദാതാരമചിന്ത്യ രൂപം ആദിത്യവർണം തമസഃ പരസ്താത്. ഈ അധ്യായം പരമപദപ്രാപ്തി. പരമപദപ്രാപ്തി എന്ന് വെച്ചാൽ എന്താ? തിരിച്ച് ഭഗവാന്റെ അടുത്ത് പോവുക. അപ്പോൾ ഭഗവാന്റെ അടുത്ത് പോകാനുള്ള ജ്ഞാനത്തിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ എന്താ പറയുക, ക്വാളിറ്റീസ് അല്ലെങ്കിൽ ഭഗവാന് ഇത്തരം ഗുണങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഈ ഭഗവത്ഗീതയിൽ നോക്കുമ്പോൾ 3 മാർഗം പറഞ്ഞിരുന്നാൽ എന്തൊക്കെയാണ്? ജ്ഞാനമാർഗം, പിന്നെ കർമ്മമാർഗം, പിന്നെ ഭക്തിമാർഗം. അപ്പോൾ ജ്ഞാനമാർഗം പോവാം, പക്ഷെ അത് എവിടെ എത്തും? ഭഗവാന്റെ അടുത്ത് എത്തുമോ? ഭഗവാന്റെ അടുത്ത് എത്തില്ല, പ്രകാശത്തിലെത്തും, ബ്രഹ്മജ്യോതിയിലെത്തും, ജ്ഞാനമാർഗത്തിൽ. കർമ്മമാർഗവും അങ്ങനെ തന്നെയാണ്. റിസൾട്ട് പ്രതീക്ഷിക്കാതെ കർമ്മം ചെയ്താൽ എവിടെ എത്തും? ലൈറ്റ്, അതിലെത്തും. പക്ഷെ ഭക്തിമാർഗം എവിടെ നമ്മളെ എത്തിക്കും? ഭഗവാനിൽ നേരിട്ട് എത്തിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ചിലർ എന്താ പറയുക, ഭഗവാൻ എന്ന് പറഞ്ഞാൽ പറയുമ്പോൾ തന്നെ ഭഗവാൻ എന്ന് പറയുന്ന രൂപമുണ്ട് ഭഗവാൻ. അപ്പോൾ ആ രൂപത്തിൽ നമുക്ക് ഭഗവാനെ കാണാൻ പറ്റുന്നതാണ്. പക്ഷെ ഒരു ശൂന്യവാദം എന്ന് പറയുമ്പോൾ അവിടെ ശൂന്യമാണ്, അവിടെ എന്തില്ല? രൂപമില്ല. രൂപമില്ലാത്ത ഒരു വസ്തുവിനെ എങ്ങനെ ആരാധിക്കാൻ പറ്റും? എങ്ങനെ സ്നേഹിക്കാൻ പറ്റും? പറ്റില്ല. അപ്പോൾ പലപ്പോഴും പല മതത്തിലും എന്താണെന്ന് വെച്ചാൽ രൂപമില്ല. രൂപമില്ലാത്തതുകൊണ്ട് സ്നേഹം ഉണ്ടാവില്ല. നമ്മൾ ബൈബിൾ നോക്കിയിരുന്നാലും ബൈബിളിൽ രൂപമില്ല. ആർക്ക് രൂപമില്ല? യഹോവയ്ക്ക് രൂപമില്ല. പക്ഷെ അതുകൊണ്ട് അവരാരെ ആരാധിക്കുന്നത്? ജീസസിനെ ആരാധിക്കുന്നത്. അപ്പോൾ ജീസസിന് രൂപമുണ്ടോ? രൂപമുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ആരെയാ ഇഷ്ടം? അവർക്ക് പലർക്കും യഹോവയെ കുറിച്ച് അറിഞ്ഞുകൂടാ, പക്ഷെ ആരെക്കുറിച്ച് അറിയാം? എന്തുകൊണ്ട്? ആ രൂപമുള്ളതുകൊണ്ട്. അപ്പോൾ രൂപമുള്ളതുകൊണ്ട് അവിടെ സ്നേഹമുണ്ട്. അപ്പോൾ പ്രഭുപാദം പറയുന്നത് ഒരു മതം എന്ന് പറയുമ്പോൾ അവിടെ ലവ് ഉണ്ടാവും, സ്നേഹം ഉണ്ടാവും. ആരുടെ അടുത്ത്? ഭഗവാന്റെ അടുത്ത് സ്നേഹം ഉണ്ടാവും. പക്ഷെ ഇവിടെ എന്തായിരിക്കുന്നത്? മീഡിയേറ്ററായിട്ട് ആരുണ്ട്? ജീസസ്. ഇനി മുസ്ലിം മതം നോക്കിയിരുന്നാൽ അവിടെ എന്താ പറയുന്നത്? ഭഗവാനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെ സ്നേഹിക്കും? എന്തിനെ സ്നേഹിക്കും? കാണാത്ത ഒരു വസ്തുവിനെ എങ്ങനെ സ്നേഹിക്കാൻ പറ്റും? സ്നേഹിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ സ്നേഹമില്ലാത്ത ഒരു മതത്തിൽ വരുമ്പോൾ അവിടെ എന്തുണ്ടാകും? പ്രശ്നങ്ങൾ കൂടുതലുണ്ടാകും, അല്ലേ? അവരെന്തോ ഒരു മതത്തിൽ കൂടുതലായിട്ട് ഉറച്ചു പോകും, അല്ലാതെ ഭഗവാനിലോട്ട് പൂർണ്ണമായിട്ട് ശരണം പ്രാപിക്കാൻ സാധിക്കില്ല. കാരണം ആരെന്നേ അറിയില്ല. അറിയാത്ത ഒരു വ്യക്തിയെ സ്നേഹിക്കാനോ അദ്ദേഹത്തിന് സേവനം ചെയ്യാനോ പറ്റില്ല. എങ്ങനെ സേവനം ചെയ്യും? നമുക്ക് ഇന്ദ്രിയങ്ങളെല്ലാം തന്നിട്ടുണ്ട്. ഇന്ദ്രിയം തന്നിട്ടുണ്ടെങ്കിൽ ഇന്ദ്രിയത്തിൽ കൂടെ എന്ത് ചെയ്യണം? ഭഗവാനെക്കുറിച്ച് കേൾക്കണം, കീർത്തിക്കണം. അദ്ദേഹത്തിന് കൈയും കാലും ഒക്കെ തന്നതുകൊണ്ട് അംബരീഷൻ മഹാരാജ് എന്തൊക്കെ ചെയ്തു? സേവനം ചെയ്തു. മാല കെട്ടിയിട്ടു, പാദസേവനം ചെയ്തു, നടന്ന് അമ്പലങ്ങളിൽ ദർശനമെടുത്തു. ഇങ്ങനെ എല്ലാ തരത്തിലും ഇന്ദ്രിയങ്ങളെ യൂസ് ചെയ്ത് ഇന്ദ്രിയങ്ങളുടെ നാഥനായ ഭഗവാനെ സേവിക്കണം. പക്ഷെ അതിനെന്ത് വേണം? അപ്പോൾ ഭക്തിമാർഗം എളുപ്പമാണ്. എന്തുകൊണ്ട്? കൃഷ്ണനെ ആരാധിക്കാൻ സാധിക്കും. ബാക്കി രണ്ടുപേർക്ക് അതുകൊണ്ടാണ് അവർക്ക് ആരാധനയില്ല. എന്തില്ല? ആരാധനയില്ല. പക്ഷെ രൂപമുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കൽ എന്തുണ്ടാവും? റോമിൽ ന്യൂ ഇയറിന് അല്ലെങ്കിൽ ക്രിസ്മസിനൊക്കെ എങ്ങനെ പൂജ നടക്കും? അവർ വേദമന്ത്രം ജപിക്കും പോലേക്ക് ചെയ്യും. ശരിക്കും ആ റൈമിങ് നോക്കി അതുപോലെ ആയിരിക്കും. എന്നിട്ട് ധൂപമൊക്കെ എടുക്കും. ധൂപം ഇടില്ലേ? ധൂപം കാണിക്കും, ബെല്ലടിക്കും, എല്ലാ പരിപാടിയും. അപ്പോൾ ആരാധന അവിടെ ഉണ്ട്. ആരാധന ഇല്ല എന്ന് പറഞ്ഞാലും ആരാധന ഉണ്ട്. എന്താണ്? വ്യക്തി വരുമ്പോഴാണ്, വ്യക്തിഭാവം വരുമ്പോഴാണ് നമ്മൾ അവരെ സേവനം ചെയ്യുന്നത്. സേവനം എന്ന് പറയുമ്പോൾ ആരാധന. അങ്ങനെ നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാം. അപ്പോൾ ഈ ഭഗവാൻ ആരാണ് എന്ന് ഇവിടെ പറയുന്നുണ്ട്. കവിം എന്ന് പറയുന്നുണ്ട്.
കവീം എന്ന് വെച്ചാൽ ആരാണ്? എല്ലാം അറിയുന്ന വ്യക്തി എന്നാണ്. എല്ലാം ആർക്കറിയാം? ഭഗവാൻ അറിയാം. ഭഗവാൻ എന്തൊക്കെ അറിയാം? കഴിഞ്ഞ കാലത്തിലുള്ള കാര്യം അറിയാം, ഇനി വരാൻ പോകുന്ന കാര്യം അറിയാം, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം എല്ലാം ആർക്കറിയാം? ഭഗവാനാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആരെന്ന് പറയുന്നത്? ഭഗവാൻ. ദേവന്മാർക്ക് അറിയുമോ? അറിയാൻ സാധിക്കും? അറിയാൻ പറ്റില്ല. കാരണം ദേവന്മാർക്ക് മനസ്സിനെ അറിയാം. ഇപ്പം നമ്മൾ ഒരു അമ്പലത്തിൽ പോകുമ്പോൾ ദേവൻ്റെ അടുത്ത് ഒരു മനസ്സിലൊരു ആഗ്രഹമായിട്ട് പോയാൽ എൻ്റെ മനസ്സ് അവർക്ക് മനസ്സിലാകും. പക്ഷെ ഫ്യൂച്ചറിൽ അത് എങ്ങനെ യൂസ് ചെയ്യുമെന്ന് അവർക്കറിയില്ല. ഫ്യൂച്ചർ അറിയില്ല അവർക്ക്. അതുകൊണ്ടാണ് ഹിരണ്യകശിപു വരം ചോദിച്ചപ്പോൾ ആര് കൊടുത്തു? ബ്രഹ്മാവ് എടുത്തോന്ന് പറഞ്ഞു. കാരണം ഇത് എങ്ങനെ യൂസ് ചെയ്യുമെന്ന് ആർക്കറിയില്ല? ബ്രഹ്മാവിന് അറിയില്ല, പക്ഷെ ഭഗവാൻ അറിയാം. അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? ബ്രഹ്മാവിന് എന്ത് കൊടുത്തു? ഒരു വാർണിംഗ് കൊടുത്തു, ഇനി ഇതുപോലെ ഒന്നും കൊടുക്കരുതെന്ന്. അല്ലേ? കാരണം ഇവരെങ്ങനെ യൂസ് ചെയ്യും എന്ന് ആർക്ക് മനസ്സിലാകില്ല? ദേവന്മാർക്ക് മനസ്സിലാകില്ല. പക്ഷെ വന്നിരിക്കുന്ന പർപ്പസ് മനസ്സിലാകും. ഇത് ചോദിക്കാനാണ് വന്നിരിക്കുന്നു എന്ന് ആർക്ക് മനസ്സിലാകും? കാരണം എന്തുകൊണ്ട്? അവര് മനസ്സിന്റെ തലത്തിലായതുകൊണ്ട് മനസ്സിനെ പെട്ടെന്ന് കാണാൻ പറ്റും. നമുക്ക് മനസ്സിനെ കാണാൻ പറ്റുമോ? നമുക്ക് ശരീരത്തിനെ കാണാൻ പറ്റും, പക്ഷെ മനസ്സിനെ കാണാൻ പറ്റില്ല. പക്ഷെ അവരും ഏത് തലത്തിലായിരിക്കുന്നത്? അവർക്ക് ഭൗതിക ശരീരമില്ല, അവർ മാനസിക തലത്തിൽ ഇരിക്കുന്നതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് മനസ്സിനെ കാണാൻ പറ്റും. അപ്പോൾ ഭഗവാൻ എങ്ങനെയായിരിക്കും? ഭഗവാൻ എന്തുകൊണ്ടാണ് കാണുന്നത്? പെട്ടെന്ന് എങ്ങനെ കാണാൻ പറ്റും ഭഗവാനെ? ദേവന്മാര് ഇനിയൊരു വ്യക്തിയാണ്, നമ്മളെപ്പോലെ ഇനിയൊരു വ്യക്തിയാണ്, പുറമേ ഇരിക്കുകയാണ്, അതുകൊണ്ട് കാണാൻ പറ്റില്ല. പക്ഷെ ഭഗവാൻ എവിടെയായിരിക്കുന്നത്? അകത്തിരിക്കുകയാണ്. അപ്പം ചിന്തിച്ച ഉടനെ, ഹൃദയത്തിൽ നമ്മൾ വിചാരിച്ച ഉടനെ ആർക്ക് മനസ്സിലാകും? അടുത്തിരിക്കുന്ന ആൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. അതുകൊണ്ട് ആർക്ക് മനസ്സിലാക്കാൻ പറ്റും? ഭഗവാന് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഭഗവാൻ എപ്പോൾ ഉള്ള വ്യക്തിയാണ്? പുരാണം, അല്ലേ? അജോ നിത്യം ശാശ്വതം എം പുരാണോ ഹന്യതേ ഹന്യമാനേ ശരീരം. ശരീരം നശിച്ചാലും എം പുരാണോ എത്ര പഴയതാണ്? വളരെ പഴയതാണ്. എന്ന് തുടങ്ങിയെന്ന് ആർക്കും അറിയില്ല. കൃഷ്ണൻ എന്ന് ജനിച്ചു? വേണമെങ്കിൽ നമ്മുടെ വർഷം പറയും. ദ്വാപരയുഗത്തിൽ ഇന്ന വർഷത്തിൽ കൃഷ്ണൻ ജനിച്ചു. അല്ല, കൃഷ്ണൻ അതിനു മുമ്പേ ജനിച്ചു. എന്ന് ജനിച്ചു എന്ന് ആർക്കും അറിയില്ല. അപ്പോൾ ഏറ്റവും വയസ്സായ വ്യക്തി ആരാണ്? കൃഷ്ണനാണ്. ഏറ്റവും വയസ്സായ വ്യക്തി. പക്ഷെ ഏറ്റവും ചെറുപ്പക്കാരൻ ആരാണ്? നവയൗവനം ച. എന്നും എങ്ങനെയായിരിക്കുന്നു കൃഷ്ണൻ? യൗവനമായിട്ടിരിക്കുന്നു. പക്ഷെ ഏറ്റവും ആദ്യം ജനിച്ചത് ശരിക്കും എങ്ങനെയായിരിക്കണം കൃഷ്ണൻ? നഖമൊക്കെ വളർന്ന് താടിയൊക്കെ വെച്ച് ഇങ്ങനെ ഇരിക്കണം കൃഷ്ണൻ. വയസ്സ് നടക്കാൻ വയ്യാതെ ഇരിക്കണം. ഇവിടെ 120 വർഷമുള്ള ആൾക്കാർ ജീവിച്ചിരിപ്പുണ്ട് ഇപ്പോഴും. അവരൊക്കെ എങ്ങനെയായിരിക്കും? ഇങ്ങനെ ചുരുണ്ട്, കണ്ണും കാണില്ല, ഒന്നും കാണില്ല, ജാമ്പാനെ പോലെ ഇങ്ങനെ ഇരിക്കും. പക്ഷെ കൃഷ്ണൻ അങ്ങനെയാണോ വരുന്നത്? അർജുനന് വയസ്സായി, പക്ഷെ കൃഷ്ണൻ അപ്പോഴും ചെറുപ്പക്കാരനായിട്ട് തേജസ്സായിട്ടിരുന്നു. കൃഷ്ണൻ്റെ കഴുത്തി കിടക്കുന്ന മാല വാടിപ്പോവില്ല. കൃഷ്ണൻ കാണാൻ അത്ര മനോഹരമായിട്ടിരുന്നു. എന്തുകൊണ്ട്? കൃഷ്ണൻ എന്നും ചെറുപ്പമാണ്. എന്നാൽ ഏറ്റവും പഴയ വ്യക്തി ആയിരുന്നതിനെയാണ്. അപ്പോൾ വീട്ടിലെ കാരണവർക്ക് എല്ലാ കഥകളും അറിയാം, അല്ലേ? അപ്പോൾ കൃഷ്ണൻ എന്തറിയാം? നമ്മൾ എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യം കൃഷ്ണന് നന്നായിട്ട് അറിയാം. അപ്പോൾ അത്രയും മോശപ്പെട്ട പ്രവൃത്തിയൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ ഡിവോട്ടിയായി. അപ്പോൾ കൃഷ്ണന് സന്തോഷം ഉണ്ടാവും, വിഷമം ഉണ്ടാവും? സന്തോഷം ഉണ്ടായി. അതിൻ്റെ ഇടയ്ക്ക് ഒരു തെറ്റ് ചെയ്തു. ഇപ്പോൾ കൃഷ്ണന് വിഷമം ഉണ്ടാവുമോ? ഉണ്ടാവില്ല. എന്തുകൊണ്ട്? കൃഷ്ണന് എന്നെ നന്നായിട്ട് അറിയാം. ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഒരുപാട് കാലം മൃഗമായിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ നടന്നയാള് മനുഷ്യരായിട്ട് വന്ന് കൃഷ്ണാവബോധത്തിൽ നിന്റെ നാമം ജപിക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു തെറ്റ് ചെയ്തു. ഒരുപാട് തെറ്റ് ചെയ്ത വ്യക്തിയാണ്. ഇപ്പോൾ കുറച്ചിടയ്ക്ക് ചെയ്തു. അപ്പോൾ കൃഷ്ണൻ എന്ത് ചെയ്യും? വിടും. പക്ഷെ ഭക്തന്മാരെന്ത് ചെയ്യും? വിടില്ല, അല്ലേ? അപ്പോൾ കൃഷ്ണൻ ഏറ്റവും കാരുണ്യമുള്ള വ്യക്തിയാണ്. അതുകൊണ്ടാണ് കൃഷ്ണൻ ഏറ്റവും പുരാണം എന്ന് പറയുന്നത്. ഇനി കൃഷ്ണൻ അനുശാസിതാര എന്ന് പറയുന്നത്, അതായത് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന വ്യക്തി ആരാണ്? എല്ലാത്തിനും കൺട്രോൾ ചെയ്യുന്നത് കൃഷ്ണനാണ്. നമ്മളൊരു പ്ലാൻ വയ്ക്കും, ആ പ്ലാനെല്ലാം അതേപോലെ നടക്കുന്നുണ്ടോ? നമ്മൾ ഇങ്ങനെ നടക്കണം, അങ്ങനെ നടക്കണം എന്നൊക്കെ പ്ലാൻ വയ്ക്കുന്നുണ്ട്, അത് നടക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് എന്തുണ്ടാവും? വിഷമം ഉണ്ടാകും. നമ്മുടെ പ്ലാൻ നടന്നില്ലെങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റായിട്ട് വിഷമം ഉണ്ടാകും. പക്ഷെ പ്ലാനേ ഇല്ലെങ്കിലോ ഹാപ്പിയാണ്. പക്ഷെ പ്ലാനില്ലാതെ ജീവിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ എന്ത് പ്ലാന് വേണം? യഥാർത്ഥത്തിൽ കൃഷ്ണനെ എങ്ങനെ സേവിക്കണം എന്നുള്ള പ്ലാൻ വേണം. അല്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കണം എന്നുള്ള പ്ലാന് നമുക്ക് ആവശ്യമില്ല. അത് ഓൾറെഡി തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെയാണ് കിട്ടേണ്ടത് എല്ലാം തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്.
പക്ഷെ അത് കിട്ടുന്നതനുസരിച്ച് നമ്മൾ ജീവിച്ചാൽ മതി. പക്ഷെ നമ്മുടെ പ്ലാൻ എന്തായിരിക്കണം? ഈ തിരിച്ചു പോകുന്നതിന് മുമ്പ് ഇതിൽ പറയുന്നില്ലേ എന്താണ് പരമപദ പ്രാപ്തി, അതിന് എത്തുന്നതിന് മുമ്പോ അത് എത്താൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ ചെയ്യണം, അത് പ്ലാൻ വേണം. ഒരു ദിവസത്തെ പ്ലാൻ വേണം, ഒരു വർഷത്തെ പ്ലാൻ വേണം, അല്ലേ? ദീക്ഷ എടുക്കണം, പിന്നെ ഗുരുവിനെ സേവിക്കണം, സിൻസിയറായിട്ട് ഡെയിലി സാധന ചെയ്യണം, ഇങ്ങനെയൊക്കെ പ്ലാൻ വേണം. പിന്നെ മറ്റുള്ളവർക്കെല്ലാം എത്തിച്ചു കൊടുക്കണം, ഇതൊക്കെ പ്ലാനാണ്. നമ്മുടെ പ്ലാൻ എന്തായിരിക്കും? വീട് വയ്ക്കണം, ഒരു കാശ് ഉണ്ടാക്കണം, ബാങ്കിലിടണം, ഇതൊക്കെ പ്ലാനാണ്. ഇത് കഴിഞ്ഞിട്ട് മിച്ചമുണ്ടെങ്കിൽ കൃഷ്ണന് കൊടുക്കണം, ഇതും പ്ലാനാണ്. ഇതെന്തെങ്കിലും നടക്കുമോ? ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, അല്ലേ? പ്ലാൻ മൊത്തവും തെറ്റിക്കും. കാരണം പ്ലാൻ ചെയ്യുന്നത് ആരാണ്? ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട് കൃഷ്ണൻ. അറിയാം എന്ത് പ്ലാനിലാണ് ഇവിടെ നടക്കാൻ പോകുന്നത് എന്നുള്ളത് കൃഷ്ണൻ അറിയാം. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്താൽ മതി? കൃഷ്ണനെ സേവിച്ചാൽ മതി. ഇനി അനിയോറനിയാം എന്ന് പറയും. അതായത് കൃഷ്ണൻ എത്ര ചെറുതാണ്, കൃഷ്ണൻ എത്ര ചെറുതായിട്ട് വേണമെങ്കിലും ആകാൻ സാധിക്കും. എത്ര വലിപ്പമുള്ളതായിട്ടും ആർക്കാകാൻ സാധിക്കും? കൃഷ്ണനാകാൻ പറ്റും. എത്ര ചെറുത് മാക്സിമം ആകാൻ പറ്റും കൃഷ്ണന്? എത്ര ചെറുതാകാൻ പറ്റും മാക്സിമം? തലയാ? തലമുടി എടുത്ത് ഇങ്ങനെ നീളത്തിന് വെച്ച് കെട്ടിയാൽ മതിയാ? പിന്നെ അഗ്രഭാഗം, അത് ക്ലിയർ ആയിട്ട് പറഞ്ഞു. തലമുടിയുടെ അഗ്രഭാഗം എന്ന് പറഞ്ഞാൽ ടിപ്പ് ഓഫ് ദ ഹെയർ എന്ന് പറഞ്ഞു. അതിനെ 10,000 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ ആ ഒരു പോർഷനായിട്ട് മാറാൻ പറ്റും. അങ്ങനെയാണോ അതിനകത്ത് പറഞ്ഞത്? പിന്നെ അതിൻ്റെയും ഹൃദയത്തിനകത്തിരിക്കും എന്ന് പറഞ്ഞു. ഒരു ഉറുമ്പുണ്ടെങ്കിൽ ഉറുമ്പ് എത്ര സൈസ് ഇരിക്കും? ഉറുമ്പിൻ്റെ ഹൃദയം എത്ര ഉണ്ടാവും, അല്ലേ? ഉറുമ്പ് ചെറുതാണെങ്കിൽ ഞാനുണ്ടെങ്കിൽ എൻ്റെ ഹൃദയം എത്ര ഉണ്ടാവും? ഇത്രയും ഉണ്ടാകത്തുള്ളൂ, അല്ലേ? ഇത്രയും ഉണ്ടാകത്തുള്ളൂ. ഇതാണ് എൻ്റെ ഹൃദയത്തിൽ. അപ്പോൾ ഉറുമ്പിൻ്റെ ഹൃദയം എത്ര ഉണ്ടാവും? ഉറുമ്പിൻ്റെ കൈ എത്ര ഉണ്ടാകും? കൈ ചുരുട്ടി പിടിച്ച് എത്ര ഉണ്ടാകും? അത്രയും ഉണ്ടാകത്തുള്ളൂ ഉറുമ്പിൻ്റെ ഹൃദയം. അപ്പോൾ അത്രയും ആ ഹൃദയത്തിനകത്ത് ഇരിക്കണം. അപ്പോൾ എത്ര ചെറുതായിരിക്കും? ഇതിനേക്കാളും ചെറുത് ആർക്കുമേ ആകാൻ പറ്റില്ല. അത് ആർക്ക് മാത്രമേ ആകാൻ സാധിക്കത്തുള്ളൂ? ഭഗവാന് മാത്രം. വലുത് എത്ര ആവാം? എത്ര വേണം? ത്രിവിക്രമ എവിടെ വരെ പോയി? സത്യലോകം വരെ പോയി. അപ്പോൾ അത്രയും വലുതായിട്ടും അതിനപ്പുറവും വലുതായിട്ടും ആർക്കാകാൻ സാധിക്കും? ഭഗവാന് ആകാൻ സാധിക്കും എന്ന് പറയുന്നുണ്ട്. ഇനി അനുസ്മരേ, നമ്മൾ എന്ത് ചെയ്യണം? ആ ഭഗവാനെ എപ്പോഴും സ്മരിക്കണം. അതാണ് ആരുടെ ജോലി? ഓരോ ജീവാത്മാക്കളുടെയും ജോലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഭഗവാനെ എപ്പോഴും സ്മരിക്കണം. അത് എപ്പോഴാണ്? സർവം എപ്പോഴും ആരെ സ്മരിക്കണം? ഭഗവാനെ. അത് എന്തെങ്കിലും ഒരിക്കൽ സ്മരിച്ചാൽ മതിയോ? ജീവിതത്തിൽ ഒരിക്കൽ സ്മരിച്ചാൽ മോക്ഷം കിട്ടും. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. നിത്യം, ഡെയിലി, എപ്പോഴും. മാം അനുസ്മര യുദ്ധച്ച, അങ്ങനെയല്ലേ അർജുനൻ്റെ അടുത്ത്? എപ്പോഴും എന്നെ സ്മരിച്ചുകൊണ്ട് നീ യുദ്ധം ചെയ്യും, എന്നെ സ്മരിച്ചുകൊണ്ട് നീ എന്ത് ചെയ്യും? നിന്റെ കർമ്മം ചെയ്യും എന്നാണ് പറയുന്നത്. നമ്മൾ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് നമ്മൾ കർമ്മം ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് അവസാനം പരമപദ പ്രാപ്തി. അല്ലെങ്കിൽ നമുക്ക് എവിടെ എത്താൻ പറ്റില്ല? ഭഗവാനെ എത്താൻ പറ്റില്ല എന്നാണ് പറയുന്നത്. നമ്മളെല്ലാവരെയും മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? നമ്മളെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഭഗവാനാണ്, നമ്മളല്ല. നമ്മൾ വിചാരിക്കും ഞാനാണ് എൻ്റെ കുട്ടിയെ വളർത്തുന്നത്, ഞാനാണ് എൻ്റെ കുട്ടിക്ക് ആഹാരം കൊടുക്കുന്നത്, അവരുടെ കാര്യമെല്ലാം ഞാനാണ് നോക്കുന്നത്. തട്ടിപ്പോയ ആര് നോക്കും? ഞാനാണോ നോക്കുന്നത്? ഞാനല്ല നോക്കുന്നത്. അപ്പോൾ ആര് നോക്കുന്നു? ഭഗവാനാണ് നോക്കുന്നത്, അല്ലേ? ഒരു ആക്സിഡൻറ്റ് നടക്കുന്നു, അമ്മ അച്ഛൻ എല്ലാവരും മരിച്ചു, കുട്ടി മാത്രം രക്ഷിച്ചു. ഈ കുട്ടി ആര് രക്ഷിച്ചു? ആര് വളർത്തും? എങ്ങനെ വളരും? അല്ലേ? ഒരാൾക്ക് വാ കൊടുത്താൽ എന്തും കൊടുക്കും. അതിനുള്ള നാരായണത്തെ ഭ്രാന്തൻ്റെ അച്ഛൻ എങ്ങനെയാണ്? ഈരടികൾ എഴുതിയ തിരുവള്ളുവർ, ഇവരെല്ലാം സഹോദരന്മാരാണ്. ആ ഭ്രാന്തൻ 12 പേരല്ലേ? 12 പേരിട്ട പറയൻ്റെ മക്കൾ. പറയൻ്റെ മക്കൾ. അപ്പോൾ ഈ ഓരോ കുട്ടി ജനിക്കുമ്പോൾ ഈ അമ്മ, ഭാര്യയും ഭർത്താവും കൂടെ അങ്ങനെ പോവുകയാണ്, കാട്ടിൽ കൂടെ അങ്ങനെ പോകുമ്പോൾ ഒരു കുട്ടി ജനിച്ച ഉടനെ ആ കുട്ടി കരയും. പറഞ്ഞോടെ കെട്ടിച്ചത് ശരി, അതിനെ അവിടെ ഇട്ടിട്ട് വാന്ന് പറയും. കുട്ടി ഇപ്പോൾ ജനിച്ചതേ ഉള്ളൂ, അതിനെ അവിടെ കാട്ടിൽ ഉപേക്ഷിച്ചിട്ട് വാന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവർ ചോദിക്കും എന്താണ് അങ്ങ് അങ്ങനെ പറയുന്നത്? അത് കരയുന്നുണ്ടോ? കരയുന്നുണ്ട്, എങ്കിൽ വന്നേരം കരയും. അതിന് വാ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഭഗവാൻ എന്തും കൊടുക്കും, അതിനുള്ള ആഹാരവും കൊടുത്തോളും. അങ്ങനെ ഇട്ടിട്ട് വരും. അങ്ങനെ എത്ര എണ്ണത്തിന് ഇട്ടിട്ട് വന്നു? 11 കുട്ടികളെ ഉപേക്ഷിച്ചു. അത് ഭയങ്കര വിഷമമാവും. അവസാനം ഒരു കുട്ടി, അതാണ് നാരായണത്തിൻ്റെ, അത് കരയില്ല. ആ കുട്ടി കരയില്ല, അതിന് വായില്ല.
കള്ളം പറയും അല്ലേ, എന്നിട്ട് അതിനെ മാത്രമേ എടുത്തോളാൻ പറയും. അപ്പോൾ അവർ എന്ത് നോളജ് ഉണ്ടാവണം അല്ലേ, എന്ത് ഭഗവാനിൽ വിശ്വാസമുള്ള ആൾക്കാരായിരിക്കും. അതുകൊണ്ട് ആ കുട്ടികളെല്ലാം വലിയ വലിയ ആൾക്കാരായിരുന്നു. ആ ഈരടികൾ എന്ന് പറയുന്ന തിരുക്കുറൾ എന്ന് പറയും, തമിഴ്നാട്ടിൽ ഭയങ്കര ഫേമസ് ആണ്. ആ കംപ്ലീറ്റ് ഡിവോഷനിലുണ്ടാവും മെറ്റീരിയൽ എങ്ങനെ ജീവിക്കാമെന്നുള്ള ഓരോ ശ്ലോകം വായിക്കുമ്പോഴും അതിനകത്ത് നമുക്ക് അത്രയും നോളജ് അവർക്കുണ്ട്. നാരായണത്തുരാനന്ദൻ എന്ത് ചെയ്തു? അതുപോലെ തന്നെ ഭഗവാന്റെ അടുത്ത് തിരിച്ചു പോയി. അപ്പോൾ ആ അച്ഛന് ആ ഫെയ്ത്ത് ഉണ്ടായിരുന്നു, ഉണ്ടായ കുട്ടികൾക്കും അതേപോലെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിരുന്നു. അത് നമ്മളല്ല പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. നമ്മൾ വിചാരിക്കും ഞാനാണ് എല്ലാവരെയും മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഞാനില്ലെങ്കിൽ ഒന്നും നടക്കില്ല എന്നൊക്കെ വിചാരിക്കും. അങ്ങനെയില്ല. ആരാ എല്ലാവരെയും മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഭഗവാനാണ്. അല്ലെ, ദേവന്മാരെ പോലും പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ആരാണ്? അതും ഭഗവാൻ തന്നെയാണ് എന്ന് പറയുന്നത്. ഇനി ചിന്തിക്കുന്നതിൻ്റെ അപ്പുറമാണല്ലോ, നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അചിന്ത്യം എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഇത്രയാണ് അത്രയാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഭഗവാൻ ഇത്രയേ ഉള്ളൂ. ശരിക്കും നമ്മൾ ഭഗവാന്റെ വിഗ്രഹം ഒരു സൈസ് കാണിക്കും. എങ്ങനെ കൈ കാണിക്കും? എനിക്കൊരു വിഗ്രഹം വേണമെന്ന് പറയും. എത്ര സൈസുമായ വിഗ്രഹമാണ് കാണിക്കുന്നത്? എത്ര സൈസിൽ വേണം? കൈ കൊണ്ട് കാണിക്കും, സൈസ് കാണിക്കും. അതാണ് ഇങ്ങനെ കാണിക്കും, ഇങ്ങനെ. അതായത് ഇതിനകത്ത് നിൽക്കുന്നത് ആക്ച്വലി ഭഗവാനെ ഇങ്ങനെ അളക്കാൻ പാടില്ല, ഇങ്ങനെ കാണിക്കാൻ പാടില്ല. ഭഗവാനെ കാണിക്കുമ്പോൾ ഇങ്ങനെ കാണിക്കണം. അതായത് ഇത്രയും സൈസ്, പക്ഷെ ഭഗവാൻ എത്രയോ വലുതാണ്. ഭഗവാൻ ഇങ്ങനെ കൈക്കകത്ത് വെക്കുന്ന അളവല്ല. അപ്പം സാധാരണ ഭക്തന്മാർ കഴിച്ചുകൊണ്ട് അതാ കൃഷ്ണനെ കണ്ടോ എന്ന് കാണിക്കില്ല. അവരെന്തിന് കൃഷ്ണനെ കണ്ടോ എന്നിങ്ങനെ കാണിക്കും. അങ്ങനെ റെസ്പെക്റ്റ് ഒഴിക്കും. അല്ലെങ്കിൽ ഭഗവാന്റെ സൈസ് കാണിക്കുമ്പോൾ ഇങ്ങനെ കാണിക്കും. അപ്പോൾ എന്തിനാ അങ്ങനെ കാണിച്ചു വെച്ചാൽ ഭഗവാനെ നമുക്ക് അളക്കാൻ പറ്റില്ല. ഭഗവാനെ അങ്ങനെ കഴിച്ചുകൊണ്ട് കാണിക്കുന്ന ഒരു വ്യക്തിയല്ല. അതുകൊണ്ടാണ് അത്രയും റെസ്പെക്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഭഗവാൻ എന്താണ്, നമുക്ക് അളക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന വ്യക്തിയല്ല. പിന്നെ എങ്ങനെ മനസ്സിലാക്കാം? ശാസ്ത്രം കൊണ്ട്, ഭഗവാൻ തന്ന നോളജ് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഗുരുയുടെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ആരെ മനസ്സിലാക്കാൻ പറ്റും? ഭഗവാൻ. അല്ലെങ്കിൽ നമുക്ക് ആരെ മനസ്സിലാക്കാൻ പറ്റില്ല? ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ ആദിത്യവർണ്ണം എന്ന് പറയുന്നത്, അപ്പോൾ കളർ എന്താണ്? ഭഗവാന്റെ കളറ് തേജസ്സാണ്. സൂര്യനെ പോലെ കോടി തേജസ്സാണ്. ഭഗവാനെ കാണാൻ അങ്ങനെ തിളങ്ങും, ഗോൾഡൻ കളറിൽ അങ്ങനെ തിളങ്ങും. അതാണ് ആരുടെ വർണ്ണം? ഭഗവാന്റെ വർണ്ണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇരുട്ടിനെയെല്ലാം ആരാ മാറ്റിത്തരുന്നത്? നമുക്ക് ഈ അജ്ഞാനത്തിനെയെല്ലാം അതും ഭഗവാൻ തന്നെ മാറ്റിത്തരുന്നു. അങ്ങനത്തെ ഭഗവാനെ നമ്മൾ മനസ്സിലാക്കിയാൽ, അപ്പം ഭഗവത്ഗീതയിൽ പറയും സമാധാനം ഫസ്റ്റുണ്ടാകും. ഭോക്താരാം യജ്ഞതപസാം സർവലോകമഹേശ്വരം. അദ്ദേഹം ഭോക്താവാണ്, എല്ലാം അനുഭവിക്കുന്ന യജ്ഞതപസ്സിൻ്റെയും ഭോക്താവാണ്. യജ്ഞത്തിൻ്റെയും തപസ്സിൻ്റെയും ഭോക്താവാരാണ്? ഭഗവാനാണ്. സർവലോകമഹേശ്വരം, എല്ലാ ലോകത്തിൻ്റെയും ഈശ്വരൻ ആരാണ്? അദ്ദേഹമാണ്. അപ്പോൾ ആ ഭഗവാനെ മനസ്സിലാക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? ശാന്തി കിട്ടും. അപ്പോൾ സമാധാനം കിട്ടും. അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് സമാധാനം കിട്ടുന്നില്ല? മനസ്സിലാക്കിയില്ല അല്ലേ? സമാധാനം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഉടനെ മനസ്സിലാക്കാം എന്താണ്, ഞാൻ ഭഗവാനെ മനസ്സിലാക്കിയില്ല. എപ്പോഴും വിഷമം വരുന്നുണ്ട്, എന്താണ്, ഞാൻ ഭഗവത് സേവനത്തിലില്ല എന്ന് മനസ്സിലാക്കാം. പേടിയുണ്ട്, നമുക്ക് എന്തിനെ കണ്ടാലും പേടിയുണ്ട്. എന്തുകൊണ്ട്? നമ്മുടെ കൂടെ ആരുണ്ടെന്നുള്ള ധൈര്യമില്ല, നമുക്ക് ഭഗവാൻ ഉണ്ടെന്നുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ട് പേടിയുണ്ടാകും. അപ്പോൾ ഒരു വ്യക്തി പേടിക്കുമെങ്കിൽ അർത്ഥം എന്താണ്? 5 വയസ്സായ ധ്രുവ മഹാരാജ് പേടിച്ചോ? നാരദ മുനി പേടിപ്പിച്ചു, എന്നിട്ട് പേടിച്ചോ? പേടിച്ചില്ല. എന്തുകൊണ്ട്? എൻ്റെ കൂടെ ഭഗവാനുണ്ട് എന്നുള്ള ധൈര്യം ഉണ്ടായിരുന്നു. അതിന് പ്രഹ്ലാദ മഹാരാജ് പേടിച്ചോ? മലയുടെ മേലെടുത്ത് എടുത്തെറിയും. ഒരു കുട്ടിയാണെങ്കിൽ പേടിക്കില്ലേ? എടുത്തെറിയാൻ പോകുമ്പോൾ, നമ്മൾ കുട്ടി ഇങ്ങനെ എടുത്തെറിയാൻ പോകുമ്പോൾ അവർ പേടിച്ച് നിലവിളിച്ച് ബഹളം വയ്ക്കും. പക്ഷെ ആ കുട്ടി എന്ത് ചെയ്തു? പ്രഹ്ലാദ മഹാരാജ് നാരായണാൻ ജപിച്ചു. എന്തുകൊണ്ട്? രക്ഷിക്കും. അപ്പം അച്ഛൻ വന്നിട്ട്, ഞാൻ എൻ്റെ മക്കളുടെ അടുത്ത് പറയണം ചാടിക്കോ എന്ന് പറഞ്ഞാൽ അത് ചാടും. എന്തുകൊണ്ട്? ഒരിക്കലും അച്ഛൻ വിടില്ല. ഒരിക്കൽ ഒരു പ്ലെയിൻ യാത്ര ചെയ്യുമ്പോൾ എല്ലാവരും ഭയങ്കര വെപ്രാണ്, കാരണം അത് ക്രാഷാവും. അങ്ങനത്തെ ഒരവസ്ഥ. പൈലറ്റ് ഇങ്ങനെ മാക്സിമം ട്രൈ ചെയ്തുകൊണ്ടെങ്കിൽ എല്ലാവരും പേടിച്ച് കരയുന്നു. ഒരു കുട്ടി മാത്രം ഭയങ്കര കൂളായിട്ടിരിക്കും. അപ്പോൾ അടുത്തിരിക്കുന്നു, നിനക്ക് പേടിയില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് പേടിയില്ല. എന്തുകൊണ്ടാണ്? എൻ്റെ അച്ഛനാണ് പൈലറ്റ് എന്ന് പറഞ്ഞു. കാരണം മാക്സിമം എൻ്റെ അച്ഛൻ എന്ത് ചെയ്യും? എന്നെ രക്ഷിക്കാൻ വേണ്ടി നോക്കും അല്ലേ? അപ്പോൾ ഒരിക്കലും അത് ഇടിക്കാൻ അദ്ദേഹം വിടില്ല. അതാണ് ധൈര്യം. അതുപോലെ വൃന്ദാവനത്തിലെ ഗോപന്മാർ ഗോപികളൊന്നും ഒന്നിനും പേടിയില്ല.
ഓരോ അസുരൻ വരുമ്പോൾ അവരെയൊക്കെ കണ്ടാൽ തന്നെ പേടിച്ചു പോകും നമുക്ക്. പക്ഷെ ഇവർക്ക് ആർക്കും പേടിയില്ല. എന്തുകൊണ്ട്? ആരുണ്ട് പ്രൊട്ടക്ട് ചെയ്യാൻ? കൃഷ്ണനുണ്ട്. അതാണ് അവരുടെ ധൈര്യം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഭഗവാൻ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ധൈര്യം ഉണ്ടെങ്കിൽ നമുക്ക് പേടി ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, നമ്മളെ തന്നെ അളക്കാൻ പറ്റും, നമ്മൾ കൃഷ്ണബോധത്തിലാണോ ഇല്ലയോ. അപ്പൊ ഇതൊക്കെ പറയുന്നതിനാണ് നമ്മളിപ്പോൾ ഏത് അവസ്ഥയിലാണ് ഇരിക്കുന്നത്, എന്ത് കോൺഷ്യസിലാണ് ഇരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ മനസ്സിലാക്കിയിട്ട് ഒന്നുമേ ഇല്ല, അപ്പോൾ എന്ത് ചെയ്യണം? സൈലൻ്റായിട്ട് ഇരുന്നിട്ട് ബാക്കിയുള്ളവരെ കുറ്റം പറയാതെ ഉള്ള കാര്യം ചെയ്തുകൊണ്ടിരിക്കണം. എന്തുകൊണ്ട്? ഞാൻ ക്വാളിഫൈഡ് അല്ല, പിന്നെ ഞാൻ എങ്ങനെ ഇനി ഒരാളെ കുറ്റം പറയാൻ പറ്റുമോ? നമുക്ക് പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ക്വാളിറ്റി നേടാൻ വേണ്ടിയിട്ട് സൈലൻ്റായിട്ടിരുന്ന് എത്ര നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ധൈര്യം ഉണ്ടാകും, കൃഷ്ണൻ്റെ അടുത്ത് നമുക്ക് അടുക്കാൻ പറ്റും എന്നാണ്. അപ്പോൾ ഇവിടെ എന്താ പറയുക വെച്ചാൽ, ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. ഇതെല്ലാ ക്വാളിറ്റിയും ഭഗവാനെ മനസ്സിലാക്കിയിരുന്നാലും ഭഗവാനെ ധ്യാനിച്ച് ഭഗവാനിൽ തന്നെ മനസ്സുറപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ മഹാരാജ് പറഞ്ഞാണ്, പൃഥു മഹാരാജിൻ്റെ കഥ പറഞ്ഞു. അപ്പോൾ പൃഥു മഹാരാജ് ആരാണ്? ഭഗവാന്റെ ശക്തിയാവേശ അവതാരം, ഭഗവാന്റെ അവതാരം തന്നെയാണ് പൃഥു മഹാരാജ്. ഈ പൃഥു മഹാരാജ് വന്നിട്ട് ഭൂമിയിൽ വേനൻ്റെ രാജാവ് എന്ന് പറയുന്നതാണ് ഒരു നിരീശ്വരവാദിയാണ്. എല്ലാ തരത്തിൽ യജ്ഞമേ ചെയ്തില്ല. യജ്ഞം ചെയ്യാത്തതുകൊണ്ട് അവിടെ മഴയില്ലാത്തതുകൊണ്ട് ഒന്നില്ല, ആഹാരമോ വെള്ളമോ ഒന്നുമേയില്ല. അങ്ങനെ മുഴുവൻ ദാരിദ്ര്യമായി, ആർക്കും കാരണം ചത്തുപോകുമെന്നുള്ള. അപ്പോൾ രാജാവ് എന്ത് ചെയ്യണം? യജ്ഞം ചെയ്യണം. യജ്ഞം ചെയ്തു, മഴ വന്നോ? മഴ വന്നില്ല. കാരണം ഭൂമിദേവിക്ക് അത്രയും വിഷമമായി, വിഷ്ണുവിനെ പൂർണ്ണമായിട്ട് മറന്നതുകൊണ്ട് യജ്ഞം ചെയ്തതിന് ശേഷം എന്ത് വന്നില്ല? ദേഷ്യം കുറഞ്ഞില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കവേ ഈ യജ്ഞം, എത്ര യജ്ഞം അദ്ദേഹം ചെയ്തു? പൃഥു മഹാരാജ് 99 യജ്ഞം ചെയ്തു. എന്ത് യജ്ഞം? അശ്വമേധ യജ്ഞം. അശ്വമേധ യജ്ഞം 100 ചെയ്താൽ നമുക്ക് എന്തായിട്ട് മാറാം? അടുത്ത ജന്മം ഇന്ദ്രനായിട്ട് പോവാം. ഓക്കെ, ഈ ലൈഫ് പോയാൽ നേരെ ഇന്ദ്ര പദവിയാണ്, ഏറ്റവും ടോപ്പായിട്ടുള്ള പോസ്റ്റ് കിട്ടും. അപ്പോൾ ഇന്ദ്രന് പേടിയായി, നമ്മളെ മന്ത്രിമാർക്ക് പേടിയില്ല, അടുത്ത കോൺഗ്രസ് ആണോ അടുത്ത കമ്മ്യൂണിസ്റ്റ് ആണോ, ഇവനെ എങ്ങനെ തള്ളിയിടാന്നൊക്കെ അവർ നോക്കും. അതുപോലെ ഇന്ദ്രന് പേടിയായി. എന്ത് പേടിയായി? 99 ആർക്കും ചെയ്യാൻ പറ്റില്ല, ഒരെണ്ണം രണ്ടെണ്ണം ചെയ്യാൻ തന്നെ വലിയ പാടാണ്. 99 യജ്ഞം പെർഫെക്റ്റായിട്ട് ചെയ്ത വ്യക്തി ഇനി ഒരെണ്ണം ചെയ്യുകയോ ചെയ്യില്ലേ? ചെയ്യും. അപ്പോൾ ഇന്ദ്രൻ പ്ലാൻ ചെയ്ത് അത് ചെയ്യാൻ പാടില്ല, ചെയ്താൽ അടുത്ത പ്രാവശ്യം ഞാൻ ഇറങ്ങി കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് എന്ത് ചെയ്തു? നേരെ സന്യാസിയുടെ രൂപം കാവി കൊടുത്തിട്ട് നേരെ വന്നിട്ട് പൃഥു മഹാരാജിൻ്റെ നിന്ന് ഭിക്ഷ യാചിക്കും. അപ്പോൾ ഭിക്ഷ കൊടുത്തിട്ട് അദ്ദേഹം പോയതും പതുക്കെ അപ്പുറത്ത് പോയിട്ട് ഈ അശ്വമേധ യജ്ഞത്തിന് വെച്ചിരുന്ന കുതിര എടുത്തിട്ട് അദ്ദേഹം കൊണ്ടുപോയതും പൃഥു മഹാരാജിൻ്റെ മകൻ അദ്ദേഹം എന്ത് ചെയ്യുവെച്ചാൽ നേരെ ഇന്ദ്രൻ്റെ കൂടെ പോയി യുദ്ധം ചെയ്ത് ആ കുതിരയെ തിരിച്ചെടുത്തിട്ട് അടുത്ത യജ്ഞത്തിനെല്ലാം ഒരുക്കി റെഡിയായിട്ട് ഇരിക്കുമ്പോൾ അടുത്ത യജ്ഞം ചെയ്യാൻ പോകുമ്പോൾ പിന്നെയും കുതിരയെ കാണില്ല. ഇങ്ങനെ മാറി ആരെടുത്തോണ്ട് പോകും? ആ ഇന്ദ്രൻ ആള് വെച്ച് എടുക്കണം. അപ്പോൾ അവസാനം പൃഥു മഹാരാജിന് ദേഷ്യം വരും, അതേ ഗുരുവിന് ദേഷ്യം ഉണ്ടാവും. ഇവരെല്ലാം ഭഗവാന്റെ അടുത്ത് പോയിട്ട് പൃഥു എന്ത് ചോദിച്ചാൽ ഇന്ദ്രനെ കൊന്നേക്കാം. അച്ഛനും മകനും തീരുമാനിച്ചു ആരെ കൊല്ലാനായിട്ട്? ഇന്ദ്രനെ. പക്ഷെ ഇന്ദ്രൻ വേണം. ഇന്ദ്രൻ ആരാണ്? ഇന്ദ്രനാണ് എല്ലാ ദേവന്മാരുടെയും നിയന്ത്രിക്കുന്നതും മഴ തരുന്നതും ജീവാത്മാക്കൾക്ക് ആവശ്യമുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ ആ വ്യക്തി എന്ത് ചെയ്തു? വലിയ തെറ്റാ ചെയ്തു. എങ്ങനത്തെ തെറ്റ് ചെയ്തു? അശ്വമേധത്തിൽ കുതിര അടിച്ചിട്ട് പോയതല്ല, വന്ന രീതിയേ തെറ്റാണ്. ഒരു സന്യാസിയുടെ വേഷം ഇട്ടിട്ട് ഒരിക്കലും ആര് വരാൻ പാടില്ല. അപ്പോൾ സാധാരണഗതിയിൽ ഒരു ബ്രഹ്മചാരിയോ ഒരു സന്യാസിയോ കാവ്യ കൊടുത്തിട്ട് എന്തെങ്കിലും തെറ്റ് ചെയ്ത് നമ്മൾ വിടുമോ? നമ്മൾ വിടില്ല. അപ്പോൾ ഇന്ദ്രനെ പോലെ ഇത്രയും ഉയർന്ന വ്യക്തി ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യുമ്പോൾ എത്ര വലിയ തെറ്റാണ്. അപ്പം എന്താണെന്ന് വെച്ചാൽ ആ തെറ്റ് അന്ന് തുടങ്ങിയതാണ്. അപ്പോൾ മനുഷ്യർക്ക് തെറ്റ് ചെയ്യാനുള്ള പ്രവണത ഉണ്ട്. പക്ഷെ ആ പ്രവണത ആരിലും കണ്ടു? ഗ്രേറ്റായിട്ടുള്ള വലിയ ഭക്തനായിട്ടുള്ള ഇന്ദ്രനിലും ആ തെറ്റ് കണ്ടു. അപ്പം മനുഷ്യരെ നമ്മളെ സംബന്ധിച്ചോളം അത് വലിയ വിഷയമില്ല, ആര് വേണമെങ്കിലും തെറ്റ് ചെയ്യും. പക്ഷെ ഇങ്ങനെ തെറ്റ് ചെയ്തിട്ട് കൊല്ലാൻ പോയപ്പോൾ ബ്രഹ്മാവ് നേരിട്ട് വന്നിട്ട് പറഞ്ഞു കൊല്ലരുതെന്ന് പറഞ്ഞു. ആരെ കൊല്ലരുത്? ഇന്ദ്രനെ കൊല്ലരുതെന്ന്. ആരെടുത്ത് പറയാണ്? നീ ഇനി യജ്ഞം ചെയ്യണ്ടെന്നും ബ്രഹ്മാവ് പറഞ്ഞു. നമ്മളാണെങ്കിൽ വിട്ടുകൊടുക്കുമോ? നന്നായിട്ടൊരു സർവീസ് ചെയ്തുകൊണ്ടിരിക്കും, നീ ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും? അങ്ങനെ വേണ്ട, ഞാൻ ഇത്രയും ചെയ്യാൻ അറിയാമെങ്കിൽ എനിക്കിതും ചെയ്യാൻ അറിയാമെന്ന് പറയും. പക്ഷെ ഇന്ദ്രൻ എന്താ ചെയ്തത്? ഇന്ദ്രൻ വന്നിട്ട്
യജ്ഞം ചെയ്യണ്ടെന്ന് ഇന്ദ്രന് വേണ്ടിയിട്ട് ആരാന്ന് പറയുന്നത്? ബ്രഹ്മാവ്. അത് കേൾക്കണോ വേണ്ടയോ? പക്ഷെ പൃഥു പറഞ്ഞു, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഞാൻ എന്ത് തെറ്റാ ചെയ്ത്? ഞാൻ പെർഫെക്റ്റ് ആയിട്ട് എൻ്റെ പ്രജകളെ, എൻ്റെ മക്കളെ പോലെ നോക്കുന്നു. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ യജ്ഞം ചെയ്തു. തെറ്റ് ചെയ്തത് ആരാണ്? എൻ്റെ കുതിര എടുത്തുകൊണ്ട് പോയത് അത് ഇന്ദ്രനാണ്. ഞാൻ തെറ്റ് ചെയ്തില്ല. അപ്പം ബ്രഹ്മാവ് പറയും, പൃഥു മഹാരാജിൻ്റെ അടുത്ത് പറയും, കുഴപ്പമില്ല, നീ 99 ചെയ്തത് മതി, 100 ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം കേൾക്കും. ആര് പറഞ്ഞത് കേൾക്കും? ബ്രഹ്മാവ് പറഞ്ഞതിനെ അതിന് ശേഷം ചെയ്യില്ല, യജ്ഞം ചെയ്യില്ല. ജയ് ശ്രീ ശ്രീരാധാമാധവ് കി ജയ. അപ്പോൾ അതിൻ്റോടൊപ്പം ബ്രഹ്മാവ് ഇങ്ങനെ പറഞ്ഞിരുന്നാലും ഭഗവാനും ഇന്ദ്രനും ചേർന്ന് വരും. ചേർന്ന് ആരുടെ ഫ്രണ്ടിൽ വരും? പൃഥു മഹാരാജിൻ്റെ ഫ്രണ്ടിൽ വരും. അപ്പം ഭഗവാൻ പറയും, നീ 99 ചെയ്താൽ 100 ചെയ്തതിൻ്റെ ബെനിഫിറ്റ് നിനക്ക് ഞാൻ തരാം. 100 ചെയ്താൽ എന്താ കിട്ടും? എന്ത് ബെനിഫിറ്റ് കിട്ടും? ഇന്ദ്രപദവി കിട്ടും. ഇപ്പം നിനക്ക് ഇന്ദ്രപദവിയും കിട്ടും, വൈകുണ്ഠവാസിയായിട്ടും ആകാൻ സാധിക്കും. അല്ല, കൃഷ്ണൻ്റെ വാക്ക് അനുസരിച്ചില്ലെങ്കിൽ എന്ത് കിട്ടും? വെറുതെ ഒരു ഇന്ദ്രപദവി മാത്രം കിട്ടും. അതുകൊണ്ട് ഒരു ഗുണമില്ല. പക്ഷെ ഇപ്പം എന്ത് കിട്ടി? ഇന്ദ്രൻ്റെ അതേ ക്വാളിറ്റി, എന്തൊക്കെ ഐശ്വര്യം ഉണ്ടോ അതെല്ലാം ആർക്ക് കിട്ടും? പൃഥു മഹാരാജിന് കിട്ടും. പക്ഷെ വൈകുണ്ഠവാസിയായിട്ട് അദ്ദേഹത്തിന് ഇരിക്കാൻ കിട്ടും എന്ന് പറയുന്ന ബ്ലെസ്സിങ്സ് ആര് കൊടുത്തു? ഭഗവാൻ കൊടുത്തു. അപ്പോൾ ഇവിടെ എന്താ പറയുക, ആ ഒരു ക്വാളിറ്റി, ടോളറൻസ് എന്ന് പറയുന്ന ക്വാളിറ്റി, അല്ലെങ്കിൽ ആ ആചാര്യാസിനെ, മുതിർന്ന വ്യക്തികളെ കേൾക്കണം എന്നുള്ള ക്വാളിറ്റി ആര് പഠിപ്പിക്കുകയാണ്? ആരാ പഠിപ്പിക്കുന്നത്? ആ ബ്രഹ്മാവും, ഗുരുവായ ബ്രഹ്മാവും ഭഗവാനും പഠിപ്പിക്കുകയാണ്. അപ്പം അത്രയും ഇമ്പോർട്ടൻ്റ് എന്തിനുണ്ട്? എങ്കിലേ മർസി കിട്ടത്തുള്ളൂ. അതായത് ഈ 100 യജ്ഞം ചെയ്താൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ബ്രഹ്മാവാകാനേ പോകുന്നു, ഇന്ദ്രനാകാനേ പോകുന്നു. വൈകുണ്ഠം പോകാൻ പറ്റുമോ? പോകാൻ പറ്റില്ല. ഇനി നമ്മൾ ചെയ്യുന്ന സാധന കൊണ്ട് നമുക്ക് വൈകുണ്ഠം പോകാൻ പറ്റുമോ? പോകാൻ പറ്റില്ല. ഇനിയിപ്പോൾ എങ്ങനെ പോകാം? ഇത് പഠിച്ച സ്ഥിതിക്ക് വൈകുണ്ഠം പോകണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഗുരു പൈസ കൊടുത്താൽ കിട്ടുമോ? വൈകുണ്ഠം പോകണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഗുരു പറയുന്നതനുസരിച്ചാൽ മതി, ബ്രഹ്മാവ് പറയുന്നതനുസരിച്ചാൽ മതി. ബ്രഹ്മാവ് ഗുരുസ്ഥാനമാണ് അല്ലേ? നമ്മുടെ പരമ്പര എവിടെയാണ് തുടങ്ങുന്നത്? ബ്രഹ്മാവിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ ബ്രഹ്മാവ് എന്ത് പറഞ്ഞു? നീ യജ്ഞം ചെയ്യണ്ടെന്ന് പറഞ്ഞു. പക്ഷെ യജ്ഞം ചെയ്തതിൻ്റെ ബെനിഫിറ്റ് കിട്ടി. അതേപോലെ നമ്മൾ നേരെയല്ല ജീവിക്കുന്നത്, നമ്മൾ നേരെയല്ല റെഗുലേറ്ററി പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്നത്, നമ്മളൊന്നും നേരെ ചെയ്യുന്നില്ല. പക്ഷെ നമുക്ക് പോകാൻ പറ്റും വൈകുണ്ഠത്തിൽ. എങ്ങനെ പോകാൻ പറ്റും? ഗുരുവിടെ അനുഗ്രഹം കൊണ്ട്, കൃഷ്ണൻ്റെ കാരുണ്യം കൊണ്ട് പോകാൻ പറ്റും. പ്രിൻസിപ്പിൾ വെച്ചിട്ട് കൃഷ്ണൻ്റെ അടുത്ത് സംസാരിച്ചാൽ കൃഷ്ണൻ ഓടി. കൃഷ്ണ, ഞാൻ അത് ചെയ്തു, നീ പറയുന്നതെല്ലാം ചെയ്ത് എന്നെ വൈകുണ്ഠത്തിൽ കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ കൊണ്ടുപോകുമോ? വൈകുണ്ഠത്തിൽ പോകണമെങ്കിൽ എങ്ങനെ വേണം? കൃഷ്ണനെ കിട്ടണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം? 2 കാര്യം. ഒന്ന്, ദാമോദര അഷ്ടകത്തിലെ 2 ഇഞ്ച് കുറയും. കൃഷ്ണനെ കിട്ടാൻ എന്തൊക്കെ? ഒന്ന്, നമ്മുടെ എഫേർട്ട്, ഡിസയർ വേണം, കൃഷ്ണനെ കിട്ടണം എന്നുള്ള ആഗ്രഹം വേണം. ഇനിയൊന്ന്, ഭഗവാൻ സാങ്ഷൻ ചെയ്യണം. അപ്പം നമുക്ക് ഡിസയർ ഉണ്ടായാൽ പോരാ, കൃഷ്ണൻ സാങ്ഷൻ ചെയ്യണം, എങ്കിലേ കൃഷ്ണനെ കിട്ടത്തുള്ളൂ. അതേപോലെ നമ്മൾ എല്ലാ സാധനയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്താലും ചിലപ്പോൾ പോകണമെന്നില്ല. പക്ഷെ ആരുടെ റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ പോവും? ആധ്യാത്മിക ഗുരു. കാരണം അത് വേറെ ആരുമല്ല, അത് ഭഗവാന്റെ റെപ്രസെൻറ്റേറ്റീവാണ്, ഭഗവാൻ തന്നെയാണ്. ഭഗവാൻ ഭൗതിക ലോകത്തിലെ ജീവാത്മാവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ രൂപത്തിൽ വന്നിരിക്കുന്ന വ്യക്തിയാണ്. ഒരു ഭൗതിക ഗുണവും ഇല്ലാത്ത വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മെർസി ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ പോകാൻ പറ്റും? വൈകുണ്ഠ ലോകത്ത് ഈസി ആയിട്ട് നമുക്ക് പോകാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? 99%, അതായത് ഇവിടെ പറയുന്നത് അത് തന്നെയാണ്. നിങ്ങൾ 99% പെർഫെക്റ്റായിട്ട് എല്ലാ കാര്യവും ചെയ്തിരുന്നാലും നമുക്ക് പോകണമെന്നില്ല. പ്രഭുപാദ് ഇരിക്കുമ്പോൾ പ്രഭുപാദിൻ്റെ അടുത്തും ഒന്ന് ചോദിക്കും. പ്രഭുപാദിൻ്റെ അടുത്ത് എന്താ ചോദിച്ചാൽ, പ്രഭുപാദ് ഈ സാധന കാര്യങ്ങളെല്ലാം ചെയ്യും. ഇപ്പോൾ ഒരു വലിയൊരു എഞ്ചിനീയറിംഗ് കോളേജിൽ വലിയൊരു പ്രോഗ്രാം നടക്കുമ്പോൾ അവിടെ വന്ന് കുറേ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. ഏതോ ഒരു സ്വാമീജി അവിടെ വന്നപ്പോൾ ആ സ്വാമീജിയുടെ അടുത്ത് ആ സ്റ്റുഡൻസ് എല്ലാം ചോദിച്ച ഒരു ചോദ്യമാണ്, എന്താണ്, അങ്ങ് ലിബറേറ്റഡ് സോളാണോ എന്ന് ചോദിച്ചു ആ സ്വാമീജിയുടെ. സംശയം എന്താ? ഞാൻ ലിബറേറ്റഡ് ആണ് എന്ന് പറഞ്ഞു. ഉടനെ ഒരു സ്റ്റുഡൻ്റ് എണീറ്റ് പറഞ്ഞു, ഞാൻ ലിബറേറ്റഡ് സോളാണെന്ന് പറഞ്ഞു. അടുത്ത സ്റ്റുഡൻ്റ് എണീറ്റ് പറഞ്ഞിട്ട് ഞാൻ ലിബറേറ്റഡ് സോളാണ് എന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാവരും മോക്ഷം കിട്ടിയവരാണെന്ന്. അങ്ങനെ എല്ലാവരും കൂടെ എണീറ്റെന്ന് പോകും. അവരെല്ലാം ലിബറേഷൻ കിട്ടിയ ആ ക്ലാസ്സിൽ എണീറ്റ്. അപ്പോൾ പ്രഭുപാദിൻ്റെ അടുത്ത് ഇതേപോലെ ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ ചോദിച്ചു, അങ്ങ് ലിബറേറ്റഡ് സോളാണോ? അപ്പോൾ പ്രഭുപാദ് എന്ത് ഉത്തരം കൊടുത്തതാണ്? അല്ല എന്ന് കൊടുക്കും.
പ്രഭുപാദ് യഥാർത്ഥത്തിൽ ലിബറേറ്റഡ് സോളാണ്. പ്രഭുപാദ് പറഞ്ഞു, ഞാൻ ലിബറേറ്റഡ് സോളാണോ എന്നുള്ളതിനേക്കാളും എൻ്റെ ഗുരു, ആധ്യാത്മിക ഗുരു ലിബറേറ്റഡ് സോളാണ്. അദ്ദേഹം മോക്ഷം കിട്ടിയ വ്യക്തിയാണ്. അദ്ദേഹത്തിനെ ഫോളോ ചെയ്യുന്നതുകൊണ്ട് ഞാനും മോക്ഷം കിട്ടിയ വ്യക്തിയാണ്. ഓക്കെ. അപ്പോൾ ഒരു പരമ്പരയിൽ ഒരു ആധ്യാത്മിക ഗുരുവിനെ അതേപടി ഫോളോ ചെയ്താൽ നമുക്ക് ആ ക്വാളിറ്റി ഉണ്ടാവും, അല്ലെങ്കിൽ ആ ക്വാളിറ്റി നമുക്കുണ്ടാവില്ല. അല്ലേ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. അതാണ് ഈ ഓരോ ശ്ലോകത്തിലും ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അതാണ് ഒരു ഒബീഡിയൻ്റ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ അങ്ങനെയാണെങ്കിൽ നമ്മളെ എല്ലാ ഓബ്സ്റ്റക്കിൾസും, തടസ്സങ്ങളല്ല, ആധ്യാത്മികത്തിൽ വരുന്ന തടസ്സങ്ങൾ അങ്ങനെയാണ്. നമ്മൾ ഡിവോട്ടിയുമായിട്ടുള്ള ആ പൊരുത്തക്കേട് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എന്തുണ്ടാകും? ഒബ്സ്റ്റക്കിൾസ് ആയിട്ട്. ബ്ലെസ്സിങ്സ് എങ്ങനെ നമുക്ക് ബൂസ്റ്റ് ചെയ്ത് ഡിവോഷനിൽ പോകുന്നോ അതേപോലെ തടസ്സങ്ങളുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യണം അതിന്? ചുമ്മാ അങ്ങനെ ചിലർ കണ്ടിട്ടില്ലേ, ഹരേ കൃഷ്ണ പ്രഭു ഹരേ കൃഷ്ണ, അത് ഷോ ആകരുത്. കാലുവാര, ഭയങ്കര കാലുവാരക്കലായിരിക്കും ഇങ്ങനെ. പക്ഷെ അങ്ങനെയല്ല. ഇത് യഥാർത്ഥത്തിൽ ഒരു ഡിവോട്ടി റെസ്പെക്റ്റ് ചെയ്ത് നമ്മൾ അവരെ നമസ്കരിച്ചു കഴിഞ്ഞാൽ, കാരണം അവരെല്ലാം നാമം ജപിക്കുന്നവരാണ്, അവരെല്ലാം സേവനം ചെയ്യുന്നവരാണ്, തീർച്ചയായും അവരുടെ ബ്ലെസ്സിങ്സ് ഡൗട്ടേ ഇല്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബുദ്ധിമുട്ട് മാറും. ഡിവോഷനിൽ ആ ഒബ്സ്റ്റക്കിൾസ് നമുക്ക് മാറും. കറക്റ്റ് സാധനയെല്ലാം നേരെ ചെയ്യും. ഇങ്ങനെ പോലെ വൈഷ്ണവരുടെ ബ്ലെസ്സിങ്സ് ഉണ്ടെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും. ഈസി ആയിട്ട് നമുക്ക് ഭക്തിയുടെ സേവനം ചെയ്യാം. നമ്മൾ ബാക്കി രണ്ട് മാർഗവും പാടാം. എന്ത് മാർഗം? ജ്ഞാനമാർഗം. വേദമെല്ലാം പഠിച്ചു, ഉപനിഷത്ത് പഠിച്ചു, പുരാണങ്ങൾ പഠിച്ചു, വലിയ ജ്ഞാനിയായിട്ട് എവിടെ എത്തും? ലൈറ്റിലേ എത്തും. അല്ലേ? യോഗ കണ്ണടച്ച് ആഹാരവും കഴിക്കാതെ പട്ടിണി കിടന്ന് ഇങ്ങനെ എല്ലും തോലുമായി അവസാനില്ല. അങ്ങനെയും നമുക്ക് പോകാൻ പാടാണ്. ഇതെന്ത് ചെയ്യാം? 3 നേരം കഴിക്കാം. നല്ലതായിട്ട് പ്രസാദമൊക്കെ കഴിച്ച് ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് ഉള്ള സർവീസ് ചെയ്തിട്ടിരുന്നാൽ നമ്മൾ ഹാപ്പിയാവും. അപ്പോൾ നമുക്ക് ഒബ്സ്റ്റക്കിൾസ്, തടസ്സങ്ങൾ ഒരിക്കലും ബ്ലെസ്സിങ്സ് ഇല്ലാതെ നമുക്ക് സ്മൂത്തായിട്ട് ഡിവോഷനിൽ കൊണ്ടുപോകാനായിട്ട്. ചില ഡിവോട്ടീസിന് വലിയ ഇൻ്റലിജൻ്റേ അല്ല, അങ്ങനെ ശാസ്ത്രം പറയില്ല, ശ്ലോകം അറിയില്ല, അങ്ങനെയാണ്. പക്ഷെ അവർക്ക് ഒരു തടസ്സങ്ങളില്ലാതെ അവർ കൂളായിട്ട് ഹാപ്പിയായിട്ട് ഡിവോഷണൽ പ്രാക്ടീസ് ചെയ്യും. എന്തായിരിക്കും കാരണം? ഭയങ്കര ഹമ്പിളായിട്ട് അവർ എവിടെയൊക്കെ മെർസി കിട്ടുമെന്ന് അവർ കറക്റ്റ് അറിയാം. അവിടെയൊക്കെ പോയി സോപ്പിട്ട് എടുത്ത് എങ്ങനെയെങ്കിലും ആ കാരുണ്യം മേടിച്ചിട്ട് അവർ ഈ സിമ്പിളായിട്ട് ഡിവോഷണൽ പ്രാക്ടീസ് ചെയ്യും. അതേപോലെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ സിമ്പിളായിട്ട് അവിടെ പോകും. ഭഗവാന്റെ അടുത്ത് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഓക്കെ. സോ അത് നമ്മൾ പഠിക്കണം നമ്മുടെ ജീവിതത്തിൽ കുറച്ചായിട്ട്. നമ്മൾ ഡിവോഷനിൽ എന്ന് പറഞ്ഞാൽ അതിൽ മെയിൻ ഒരു ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ സേവനം തന്നെയാണ്. അപ്പോൾ സേവനം ഡയറക്റ്റായിട്ടല്ല ചെയ്യേണ്ടത്. എങ്ങനെ ചെയ്യണം? ഭക്തന്മാർക്ക് വേണം സേവനം ചെയ്ത് മാത്രമേ കൃഷ്ണൻ്റെ സേവനം എത്തത്തുള്ളൂ. അപ്പോൾ ആ മെൻറ്റാലിറ്റി നമ്മൾ വളർത്തിയെടുത്താൽ നമ്മുടെ ഡിവോഷനിൽ വളരെ ഈസിയായി. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? നമ്മളെല്ലാം ശാസ്ത്രം പഠിക്കും, പക്ഷെ നമുക്ക് ആ ക്വാളിറ്റി ഉണ്ടാവും. നമ്മളിലുണ്ടായാൽ നമുക്ക് പതുക്കെ മറ്റുള്ളവർക്കും കൊടുക്കാനും സാധിക്കും. അത് എല്ലാവരും സീരിയസ് ആയി പ്രാക്ടീസ് ചെയ്യും. വേറെ എന്തെങ്കിലും സംശയമുണ്ടോ? അടുത്ത അതെ. അതിൽ രണ്ട് കാര്യമുണ്ട്. ഒന്ന് വന്നിട്ട് ഭൂമി ആക്ച്വലി കൊടുക്കേണ്ടതാണ്. വിഷ്ണുവിനെ പ്രീതിപ്പെടുത്തിയാൽ മാത്രമേ ഭൂമി ദേവിയിൽ നിന്ന് എല്ലാം കിട്ടത്തുള്ളൂ. അതായത് രാമചന്ദ്രമൂർത്തി അയോധ്യയിൽ നിന്ന് പോയപ്പോൾ ഇമ്മീഡിയറ്റായിട്ട് എന്തായി? അയോധ്യയിൽ എല്ലാ ഐശ്വര്യങ്ങളും പോയി. രാമചന്ദ്രമൂർത്തി തിരിച്ചു വരുന്ന കാറ്റടിച്ചതേ ഉള്ളൂ. അവിടെ എല്ലാ കാലത്തിൽ പൂക്കുന്ന പൂക്കളെല്ലാം പൂത്തു തുടങ്ങി. കൃഷികളും കൊയ്ത്തും പിന്നെ ഈവൻ ഡയമണ്ട് എന്താ പറയുക രത്നങ്ങളെല്ലാം ഭൂമിക്കടിയിൽ മാറ്റിയും എല്ലാം കിട്ടും.
ഇപ്പം എവിടെ കിട്ടുന്നില്ല, ഇപ്പോൾ കിട്ടുന്നില്ല. ആറ്റിൽ പോയാൽ നമുക്ക് ഗോൾഡ് കിട്ടില്ല. ആറ്റിൻ്റെ കരയിൽ ഗോൾഡ് കിട്ടുമോ? കിട്ടില്ല, ഒന്നും കിട്ടില്ല. ഡയമണ്ടൊക്കെ എവിടെ പോയി? പണ്ട് എത്ര എത്ര എന്തുമാത്രമാണ് ജ്വൽസും ഡയമണ്ട്സ് ഒക്കെ കിട്ടിയത്. ഇപ്പം എന്താ കിട്ടാത്തതെന്ന് വെച്ചാൽ ലക്ഷ്മി ദേവി അനുഗ്രഹിക്കില്ല. അനുഗ്രഹിച്ചാലേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇവിടെ പൃഥു മഹാരാജ് യജ്ഞം ചെയ്തു. യജ്ഞം ചെയ്തിട്ട് ഒരു യജ്ഞം ചെയ്താൽ തന്നെ എന്ത് കിട്ടണം? മഴ പെയ്യണം, എല്ലാ സമ്പത്തും കിട്ടണം. പക്ഷെ കിട്ടിയില്ല. കാരണം ലക്ഷ്മി ദേവിക്ക് അത്രയും വിഷമമുണ്ടായി ആ സത്യയുഗത്തില്. അതായത് എന്ത് ക്രൂരതയാ ചെയ്തെന്ന് വെച്ചാൽ ഭഗവാന്റെ നാമം സ്റ്റോപ്പ് ചെയ്തു, ബ്രാഹ്മണന്മാരെ ഉപദ്രവിച്ചു. അതാണ് ഏറ്റവും വലിയ പാവം എന്ന് പറയുന്ന. എന്താ ചെയ്ത്? ബ്രാഹ്മണന്മാരെ ഉപദ്രവിച്ചു. അപ്പൊ അങ്ങനെ ഉപദ്രവിച്ച ആ പാവമാണ് അവർക്ക് എന്ത് കിട്ടാതെയായത്? സമ്പത്ത് കിട്ടാതെ. പക്ഷെ ഇതെല്ലാം യജ്ഞം ചെയ്തിട്ടും കൊടുത്തില്ല ഭൂമിദേവി. അപ്പോൾ എന്ത് ചെയ്തു? പൃഥു മഹാരാജ് ഭഗവാനായതുകൊണ്ട് ഭൂമിയെ ഓട്ടിച്ചിട്ട് കൊല്ലാൻ പോയി. ഇനി അതായത് വിശന്നിരുന്നാൽ, ഒരാൾക്ക് ഒരു ആഹാരവും ഇല്ലെങ്കിൽ മാംസം കഴിക്കാം എന്ന് ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പം എനിക്ക് ആഹാരമില്ല, ഞാൻ നിന്നെ കൊന്ന് തിന്നും എന്ന് പറഞ്ഞാണ് ആരെ ഓട്ടിച്ചത്? പശുവിനെ ഓട്ടിച്ചത്. അപ്പോൾ ഭൂമിദേവി കരഞ്ഞിട്ട് പറയും, ഞാൻ ഒരുപാട് വിഷമിച്ചു. കാരണം എൻ്റെ നാഥനെ പൂർണ്ണമായിട്ട് ആൾക്കാർ മറന്നു. അതായത് നമ്മൾ പറയില്ല, വീട്ടിലെ അമ്മയ്ക്ക് ദേഷ്യം വരും. ഒരു കുട്ടിയാണ് തെറ്റ് ചെയ്തത്. അപ്പോൾ അമ്മ ആർക്ക് കടി കൊടുക്കും? കിട്ടണത് എല്ലായിടത്തും രണ്ടെണ്ണം. നീ നിനക്ക് രണ്ടെണ്ണം, നിനക്ക് എന്തിനങ്ങനെ കൊടുക്കുന്നു? ദേഷ്യം എല്ലാവരുടെ കാണിക്കും. വീട്ടിൽ അച്ഛൻ്റെ അടുത്ത് കാണിക്കും, അമ്മയുടെ അടുത്ത് കാണിക്കും, വീട്ടിലെ അവരുടെ അച്ഛൻ്റെ അടുത്ത്, എല്ലാവരുടെ അടുത്തും ദേഷ്യം കാണിക്കും. എന്തിനാണ് കാണിക്കുന്നത്? അവരുടെ ദേഷ്യത്തിൻ്റെ ലെവൽ അങ്ങ് കൂടി, പ്രഷർ കൂടി. ഇനിയിപ്പോൾ ആരെ വരുന്നില്ല, മൊത്തത്തിൽ ദേഷ്യം കാണിക്കും, എല്ലാവരുടെ അടുത്തും കാണിക്കും. അതുപോലെയാണ് ഭൂമിദേവിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. അപ്പോൾ എത്ര യജ്ഞം ചെയ്താലും ഞാൻ തരില്ല എന്ന് പറഞ്ഞിട്ട് ഇരുന്നു. പക്ഷെ പിന്നെ ഭഗവാനെ വന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇതെല്ലാം കൊടുക്കുന്നത്, എല്ലാ ഐശ്വര്യം കൊടുക്കുന്നത്. വൈകുണ്ഠലോകം എല്ലാവർക്കും ഉണ്ട്, ഓരോ അവതാരം. ഇപ്പോൾ മത്സ്യ അവതാരത്തിനെ നമ്മൾ ആരാധിച്ചാൽ ആ ലീലയിൽ പങ്കെടുക്കും. അവിടെ പോയാൽ ആ ലീലയായിരിക്കും നടക്കുന്നത്. പൃഥു മഹാരാജിൻ്റെ അവിടെ അതിനെ ആരാധിച്ചാൽ പൃഥു രാജാവായിട്ടിരിക്കും, നമ്മൾ പ്രജകളായിട്ടിരിക്കും. ആ എൻജോയ്മെൻ്റ് ആയിരിക്കും. രാമചന്ദ്രമൂർത്തിയുടെ അടുത്ത് പോയാൽ രാമചന്ദ്ര ലീല നടക്കും, അവിടെ രാമലീല നടക്കും, നമ്മളത് കണ്ട് ആസ്വദിക്കും. നരസിംഹ ഭഗവാനാകുമ്പോൾ അതുപോലെ ലീല നടക്കും. ഓരോ വൈകുണ്ഠമുണ്ട്. കൃഷ്ണലോകം വേറെയാണ്, എല്ലാവർക്കും വൈകുണ്ഠലോകം ഉണ്ടാവും. അതായത് ഗുരു നമ്മളെ അക്സെപ്റ്റ് ചെയ്യണ്ടേ. ദീക്ഷ എന്ന് പറഞ്ഞാൽ ആ ശിഷ്യനെ സ്വീകരിക്കുന്നതാണ് ഗുരു. ഓക്കെ, ഞാൻ എൻ്റെ ശിഷ്യനായിട്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്തു. മനസ്സുകൊണ്ട് അദ്ദേഹം മനസ്സിൽ വിചാരിച്ചാലും അതേ ഈ മാല തരണം, അല്ല കൈവച്ച് അനുഗ്രഹിക്കണം, യജ്ഞം ചെയ്യണം, അങ്ങനെയൊന്നുമില്ല. എൻ്റെ ശിഷ്യനായിട്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്തു എന്ന് മനസ്സിൽ വിചാരിച്ചാൽ തന്നെ നമ്മൾ ആരാണ്? ശിഷ്യൻ. അതുകൊണ്ടാണ് ചിലപ്പോൾ ആൾക്കാർ ചെയ്യുന്നത്, പ്രഭുപാദ് ടെലഗ്രാമിൽ ദീക്ഷ കൊടുത്തു, ഫോണിൽ ദീക്ഷ കൊടുത്തു. ദീക്ഷ ടെലഗ്രാം വേണ്ട, ഒന്നുമേ വേണ്ട, നീ എൻ്റെ ശിഷ്യനാണ്. ശിഷ്യൻ എന്ത് വിചാരിക്കണം? അങ്ങ് എൻ്റെ ഗുരുവായിട്ട് എന്നെ സ്വീകരിക്കണം എന്ന് പറയണം. ഗുരു എന്ത് ചെയ്യണം? അക്സെപ്റ്റ് ചെയ്യണം. അർജുനനും കൃഷ്ണനും അങ്ങനെയായിരുന്നു, അല്ലേ? എന്ത് ശ്ലോകമാണ്? കാർപ്പണ്യദോഷ ഭഗത സ്വഭാവ പ്രക്ഷാമിതാം ധർമ്മസമ്മൂഢ ചെയ്ത യശ്രേയസ്യാ നിശ്ചിതം ഗുരു ശിഷ്യസ്തേഹം ഷാദിമാംപം പ്രവണ. ശിഷ്യനായിട്ട് സ്വീകരിക്കാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ, അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ കൃഷ്ണൻ എന്തെങ്കിലും യജ്ഞം ചെയ്ത് മാലയൊക്കെ കൊടുത്ത് നീ ജപിച്ചിട്ട് വാ അങ്ങനെയൊക്കെ പറഞ്ഞില്ല, അതിൻ്റെ ആവശ്യമില്ല. ഹൃദയം കൊണ്ട് ഗുരു എന്ത് ചെയ്യണം? ഹൃദയം കൊണ്ട് അക്സെപ്റ്റ് ചെയ്യണം, ശിഷ്യൻ ഹൃദയ സമർപ്പണം ചെയ്യണം. അങ്ങനെ രണ്ടുമായ ബന്ധം. അതെങ്ങനെ സാധിക്കും വെച്ചാൽ നമുക്ക് ഇഷ്ടം ഉണ്ടാവും, ഹൃദയത്തിനകത്ത് ഇഷ്ടം ഉണ്ടാവില്ലേ? ഇപ്പോൾ ഒരുപാട് ഗുരുക്കളുണ്ടാവും, എല്ലാ ഗുരുവിനെയും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി ആരോ പറഞ്ഞു എന്ന് പറഞ്ഞും അക്സെപ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. നമുക്ക് എന്ത് ചെയ്താൽ മതി? എൻ്റെ ഹൃദയത്തിനകത്ത് ഇദ്ദേഹമാണ് എനിക്ക് ഗുരുവായിട്ട് വരണം എന്ന് നമുക്ക് തോന്നണം. ഇദ്ദേഹം എന്നെ ഭഗവാനിലോട്ട് എത്തിക്കും എന്ന് നമുക്ക് തോന്നണം. അവരെ മാത്രം നമ്മൾ അക്സെപ്റ്റ് ചെയ്താൽ. ഇപ്പോൾ ഒരാൾ പറയുന്നു ഇന്നയാളെ അത് ഭഗവത്ഗീതയിൽ തദ്വിദ്ധി പ്രണിപാതേന, അത് എങ്ങനെ സേവിക്കണം എന്ന് പറയും. തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ ഉപദേശം തിത്തേ ജ്ഞാനം ജ്ഞാനിനെ തത്വദർശനം. അദ്ദേഹത്തിനെ എളിമത്വത്തോടു കൂടി സേവനം അനുഷ്ഠിച്ച് ചോദ്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി നമ്മൾ ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ പക്ഷെ ആ ഗുരുവിനെ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഗുരുവിനെ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? തയ്യാറാവണം. എന്ത് തയ്യാറാവണം?
അദ്ദേഹം എന്തൊക്കെ ചോദിക്കുമോ അതിനെല്ലാം യെസ് പറയാൻ നമ്മൾ തയ്യാറാണ്, അല്ലേ? എങ്കിലല്ലേ ഗുരുവിൻ്റെ അടുത്ത് പോകാൻ പറ്റത്തുള്ളൂ. ഗുരു പറയുകയാണെങ്കിൽ നീ അത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യരുത്. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കണമെങ്കിൽ ആ മനസ്സുണ്ടാവണം. ഒരു പ്രിപ്പയർഡ് ആകാതെ ഒരു ഗുരുയുടെ ഫ്രണ്ടിൽ പോയിട്ട് നീ അത് ചെയ്യരുത്, അത് എനിക്ക് പറ്റില്ല ഗുരുമാരാജ്, ബാക്കിയെല്ലാം ഞാൻ ചെയ്യാം, 4 യമം, ഒരു നിയമം എനിക്ക് പറ്റൂല, ബാക്കി 3 ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞാൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമേ പ്രാക്ടീസ് ചെയ്യുന്നത്. ഇതൊക്കെ ചോദിക്കും, അതിനൊക്കെ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് തയ്യാറെടുത്തിട്ട് നമ്മൾ പോകാൻ വേണ്ടി അതിന് വേണ്ടി. അപ്പോൾ എന്തൊക്കെയാണ് പഠിക്കാൻ പറഞ്ഞു, എന്തൊക്കെയാണ് എഴുതാൻ പറഞ്ഞു, ഒരു മാനസിക തലത്തിൽ നമ്മൾ തയ്യാറെടുക്കുക. 16 മാല മുടങ്ങാതെ ജപിച്ച് പഠിക്കണം. റെഗുലേറ്റീവ് പ്രിൻസിപ്പിൾ 4 നിയമങ്ങളും. ചിലർക്ക് ചായ കുടി നിർത്താൻ പറ്റില്ല, അല്ലെങ്കിൽ ചിലർക്ക് നോൺ വെജ് നിർത്താൻ പറ്റില്ല. ക്രമേണ അവർ പ്രാക്ടീസ് ചെയ്ത് വരിക. ഫിലോസഫി നന്നായിട്ട് മനസ്സിലാകുമ്പോൾ ഓട്ടോമാറ്റിക്കായി അവർ വിചാരിക്കും ഇത് വേണ്ട, ഇത്രയും ഫുഡ് എനിക്ക് കിട്ടുന്നില്ലേ, അത് ഇത്രയും പ്രസാദം കിട്ടും, പിന്നെ എന്തിനാണ് ഞാനിത് കഴിക്കണം, ആ ഫിലോസഫിയിൽ കൂടെ അവർ മനസ്സിലാക്കും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. മെറ്റീരിയൽ വേൾഡില്ലേ, മെറ്റീരിയൽ വേൾഡ് 100% ഉറപ്പാണ് ഒബ്സ്റ്റക്കിൾസ് എല്ലാ ഡെഫിനറ്റിലുണ്ട്. ഒബ്സ്റ്റക്കിൾസ് ഇല്ലാതെ മെറ്റീരിയൽ വേൾഡ് ഇല്ല. അതുകൊണ്ടാണ് അതിനെ എന്ത് പറയുന്നത്, ഭൗതിക ലോകം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായും അവിടെ എന്തുണ്ട്, പ്രശ്നമുണ്ട്. പക്ഷെ പ്രശ്നത്തിനെ എങ്ങനെ മറികടക്കും? അപ്പോൾ സറണ്ടർ ചെയ്താൽ, ഡിവോട്ടിയുടെ മെർസി, ഭഗവാന്റെ കാരുണ്യം കൊണ്ട് മാത്രമേ ഒബ്സ്റ്റക്കിൾസ് മാറ്റാൻ, തടസ്സങ്ങൾ മാറുള്ളൂ, അല്ലെങ്കിൽ മാറില്ല. നമുക്ക് വൈകുണ്ഠ ലോകത്തിലാണെങ്കിൽ ഒരു ഒബ്സ്റ്റക്കിൾസും ഇല്ല നമുക്ക്, അല്ലേ? അവിടെ തടസ്സങ്ങളൊന്നുമില്ല, നമുക്ക് സേവനം ചെയ്താൽ മതി, അവിടെ ഡിസയർ മാറാതിരുന്നാൽ മാത്രമേ. പക്ഷെ ഇവിടെ തടസ്സങ്ങളുണ്ടാകും. ഇഥവാ നമുക്ക് ഭഗവത് സേവനം ചെയ്യണമെന്ന് വിചാരിച്ചാൽ പോലും കർമ്മ ചെയ്യാൻ വിടില്ല, നമുക്ക് തടസ്സങ്ങളുണ്ടാകും, ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അത് നല്ല ഒരു സാധുസംഘത്തിൽ ഇരിക്കുമ്പോൾ ആ നോളജ് കാരണം നമുക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കും. അങ്ങനെ സാധിക്കും. ഹരേ കൃഷ്ണ. ഗ്രന്ഥരാജ് ശ്രീമദ് ഭഗവത്ഗീത की, श्रील प्रभुपाद की, श्रील गुरुदेव की, गौरव प्रेमानंद।